നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ രാജൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി സേവ്യർ ചിറ്റിലപ്പള്ളി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃശൂരിലെ NDA സ്ഥാനാർത്ഥികൾ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പാട്ടീലിന് ഒപ്പം തൃശൂർ കളക്ടറേറ്റിലെത്തി നോമിനേഷൻ നൽകി. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കർഷക പുരസ്കാര വിതരണം നടത്തി. അന്തർദേശീയ വനദിനത്തോടനുബന്ധിച്ച് കരുവാങ്കോട് രാമവർമ്മ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ ഉങ്ങ് വൃക്ഷത്തൈ നട്ടു. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ രാജൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലം വരണാധികാരിയായ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്കാണ് പത്രിക നൽകിയത്. രാവിലെ 10:30 രാമനിലയം പരിസരത്ത് നിന്ന് ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരും നേതാക്കളും സുഹൃത്തുക്കളും ചേർന്ന് സ്ഥാനാർത്ഥിയെ ആനയിച്ചു. 11 മണിക്കാണ് പത്രിക സമർപ്പിച്ചത്. ഇത് 3ാം തവണയാണ് കെ രാജൻ ഒല്ലൂരിൽ മത്സരിക്കുന്നത്. 1ാം LDF സർക്കാരിന്റെ കാലത്ത് നിയമസഭാ ചീഫ് വിപ്പായിരുന്നു. ഈ സർക്കാരിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായി. CPI ദേശീയ കൌൺസിലിലും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അംഗമായി പ്രവർത്തിച്ചു. LDF ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി MS പ്രദീപ് കുമാർ, CPI മണ്ഡലം സെക്രട്ടറി PD റജി, കേരള കോൺഗ്രസ് M സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി നെല്ലിക്കുഴി, മുൻ തൃശൂർ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടകുളത്തി എന്നിവർ കൂടെയുണ്ടായിരുന്നു. വാദ്യമേളങ്ങളും കാവടികളുമായി സ്ഥാനാർത്ഥിയെ അഗ്രികൾച്ചറൽ ആസ്ഥാനം വരെ ആനയിച്ചു. രാവിലെ അന്തിക്കാട് രക്തസാക്ഷി മണ്ഡപത്തിലും കൊച്ചനിയൻ മണ്ണുത്തിയിലെ കൊച്ചനിയൻ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചനയ്ക്കു ശേഷമാണ് കെ രാജൻ പത്രിക സമർപ്പണത്തിന് എത്തിയത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി സേവ്യർ ചിറ്റിലപ്പള്ളി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF നേതാക്കളായ M ബാലാജി, MR സോമനാരായണൻ, PN സുരേന്ദ്രൻ, മേരി തോമസ്, KS സുഭാഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. LDF പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായി തലപ്പള്ളി താലൂക്ക് ഓഫീസിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ഉപവരണാധികാരിയായ തലപ്പള്ളി തഹസിൽദാർ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. വളരെ ആത്മവിശ്വാസം കൂടുതലാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടത്തിയ ഇടപെടൽ മുൻകാര്യങ്ങളൊന്നും കാണാത്തൊരു അത്ഭുതകരമായ മുന്നേറ്റമാണ് നടക്കുന്നത്. അത് ജനങ്ങളുടെ നല്ലപോലെ പ്രതിഫലിക്കുന്നു. അതിൻ്റെ ഒരു ആവേശം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമുക്ക് താഴെ തട്ടിൽ പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നല്ല ഒരു വിജയം ഇടതുപക്ഷത്തിനുണ്ടാവുമെന്ന കാര്യം ആത്മാർത്ഥമായ ഇടപെടൽ കഴിഞ്ഞ സമയങ്ങളിൽ ജനം തെരഞ്ഞെടുപ്പ് തന്നപ്പോൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നല്ല ഭൂരിപക്ഷത്തോടെ ഉണ്ടാവുമെന്ന് തന്നെയാണ്. ഒല്ലൂരിലെ UDF സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു. ഒല്ലൂരും താനുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്നും നിരവധി സമര പോരാട്ടങ്ങളിലൂടെ ധാരാളം വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നും അതറിയാവുന്ന മണ്ഡലത്തിലെ ജനങ്ങളിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും ടോൾ പ്ലാസ വിഷയം, പട്ടിലംകുഴി പാലം എന്നീ നിരവധി വിഷയങ്ങളിൽ നടത്തിയ പോരാട്ടം ജനങ്ങൾക്ക് അറിയാമെന്നും ഒല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം പാഴായിപ്പോയ 10 വർഷം തിരിച്ചുപിടിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ഷാജി കോടങ്കണ്ടത്ത് CTVയോട് പറഞ്ഞു. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കർമ്മമണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. ഒല്ലൂരും ഞാനുമായിട്ട് അഭേദ്യ ബന്ധമുള്ളതാണ്. ഒരുപാട് നിയമസമര പോരാട്ടത്തിലൂടെ ഒരുപാട് വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിലെ ജനങ്ങളിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. ജനങ്ങൾ എന്നോട് വളരെ സ്നേഹമുണ്ട്. ടോൾ പ്ലാസ അടക്കമുള്ള വിഷയങ്ങളിൽ, അതുപോലെ തന്നെ പട്ടുകുഴി കോടതിപ്പാലം അടക്കമുള്ള വിഷയങ്ങളിൽ, നടത്തറ മാലിന്യ പ്ലാന്റ്, അതുപോലെ ചുള്ളിക്കാവ്, അങ്ങനെ ഒരുപാട് ജനകീയ വിഷയങ്ങളിൽ നിയമസമര പോരാട്ടത്തിലൂടെ വിജയം കണ്ടെത്താൻ സാധിച്ചു. പിന്നെ ഈ സർക്കാരിനെതിരെയുള്ള ജനവികാരം, അതുപോലെ തന്നെ ഒല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം പാഴായിപ്പോയ വർഷങ്ങളാണ്. ഒരുപാട് വികസന മുരടിപ്പുണ്ടായിട്ടുണ്ട് ആ ഭാഗത്ത്. ടൂറിസം മേഖലയിലായാലും ഏത് മേഖലയിലായാലും ഒല്ലൂർ പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഈച്ചി ഡാം അടക്കമുള്ള മേഖലയിൽ വലിയ ക്ഷീണമുണ്ടായിട്ടുണ്ട്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒല്ലൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. ജനങ്ങൾ UDFനെ തിരിച്ചു കൊടുക്കും. പക്ഷെ ഒല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വികസനം ചെയ്യാത്ത ആളെ രണ്ടാമൻ മൂന്നാമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഇലക്ഷനോടുകൂടി അദ്ദേഹം രണ്ടാമനാവും. ഒല്ലൂർ മണ്ഡലത്തിലെ LDF വിജയപ്രതീക്ഷ വാനോളമാണെന്ന് സ്ഥാനാർത്ഥി കെ രാജൻ. കഴിഞ്ഞ 10 വർഷക്കാലമായി MLAയും ചീഫ് വിപ്പായും മന്ത്രിയായും ഒല്ലൂർ മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നും ഈ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം.
ഒല്ലൂരിന്റെ മനസ്സ് ഒരു മതനിരപേക്ഷ മനസ്സാണെന്നും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നും രാജൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 40 വർഷമായി മണ്ഡലത്തിൽ ജനപ്രതിനിധികൾക്ക് മുൻപിൽ മലയോര പട്ടയ വിഷയം കീറാമുട്ടിയായി നിൽക്കുകയായിരുന്നു. എന്നാൽ താൻ ജനപ്രതിനിധിയായി വന്ന ശേഷം എല്ലാവർക്കും പട്ടയം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും 3000-ൽ താഴെ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നും താൻ ജനപ്രതിനിധിയായി വരുന്നതിന് മുൻപ് വരെ 18 പട്ടയങ്ങൾ മാത്രമാണ് വിതരണം ചെയ്തിട്ടുള്ളതെന്നും ഒല്ലൂർ മണ്ഡലത്തിലെ ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കുമെന്നും രാജൻ പറഞ്ഞു. പ്രതീക്ഷയ്ക്ക് വേറെ പ്രത്യേകിച്ച് ഒരു മങ്ങലും ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. വാനോളം പ്രതീക്ഷയാണ്. ഒല്ലൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്ന് കേരളത്തിനോടൊപ്പം വിധിയെഴുതും. ആവേശപരമായിട്ടുള്ള അനുഭവമാണ് താഴത്ത് എല്ലായിടത്തും പോകുമ്പോൾ ലഭ്യമാകുന്നത്. അത് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യം അക്കാര്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നിട്ടുള്ള സമാനതകളില്ലാത്ത നേരിൽ കാണാൻ പറ്റുന്ന ആര് കള്ളപ്രചരണം നടത്തിയാലും മാച്ച് കളയാനാകാത്ത വികസനത്തിൻ്റെ നേർരേഖ നമുക്ക് നേരിട്ട് കാണാനാകുന്നുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായി ഒല്ലൂരിൻ്റെ മനസ്സൊരു മതനിരപേക്ഷ മനസ്സാണ്. ആ മതനിരപേക്ഷ മനസ്സ് തീർച്ചയായിട്ടും അവിടെ മനുഷ്യരുമായിട്ടുള്ളൊരു ആത്മബന്ധത്തിൻ്റെ അടയാളപ്പെടുത്തലായി ഈ ജനവിധിയെ കാണും എന്ന കാര്യവും വലിയ ധാരണയോടെ നമ്മുടെ മുമ്പിലുണ്ട്. 2011 മുതൽ 16 വരെ എല്ലാ വർഷക്കാലവും നിങ്ങൾ ഈ ദീർഘകാലത്തെ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 10-40 വർഷക്കാലമായി അവിടെ മാറി മാറി വരുന്ന സ്ഥാനാർത്ഥികളുടെ മുമ്പിലെല്ലാം അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ ജനകീയ പ്രശ്നം മലയോര പട്ടയം വിതരണം ചെയ്യുന്നതിൽ കടുത്ത പ്രതിസന്ധിയെ നേരിടുന്നു എന്നുള്ളതാണ്. 2011-നും 16-നും ഇടയിൽ ആ നിയോജക മണ്ഡലത്തിൽ ആകെ വിതരണം ചെയ്തിട്ടുള്ളത് കേവലം 18 പട്ടയങ്ങളാണ്. എന്നാൽ പട്ടയ വിതരണത്തിൻ്റെ ബ്ലോക്ക് മാറ്റി 3000-ൽ താഴെ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കേവലം അവകാശവാദമല്ല, പേരടക്കം സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ജനങ്ങൾ ഏറ്റുവാങ്ങി. പുതിയതായി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് കേന്ദ്രത്തിലോട്ട് തൃശ്ശൂർ അയച്ച 4500-ഓളം വരുന്ന അപേക്ഷകളിൽ 1500-ഉം തൃശ്ശൂരിൻ്റേതാണ്. അത് പൂർണ്ണമായിട്ടും ഒല്ലൂർ നിയോജക മണ്ഡലത്തിലേതാണ്. 1472 അത് കേരളത്തിലെ വനം റവന്യൂ വകുപ്പുകൾ തയ്യാറാക്കി കഴിഞ്ഞയച്ചു. 30 വർഷക്കാലമായി കേരളത്തിന് മാറി മാറി വന്ന ഭരണാധികാരികളുടെ മുമ്പിലൊന്നും സാധ്യമാകാത്ത സംയുക്ത പരിശോധന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം വാങ്ങി ഇപ്പോൾ ആരംഭിച്ചു. മലയോര പട്ടയ രംഗത്ത് ഭൂമിയുടെ ഉടമസ്ഥന്മാരായി മനുഷ്യരെ കാണാനുള്ള ഒരു പ്രവർത്തനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത പങ്കും ഈ ഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ ഒരു നാട് മുഴുവൻ ഏറ്റുവാങ്ങും എന്ന വലിയ പ്രതീക്ഷയുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായി മനുഷ്യൻ എന്ന ആശയത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം സ്നേഹപൂർവ്വം പ്രതികരിക്കാൻ കഴിയുന്ന ഒല്ലൂരിൻ്റെ മനസ്സ് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ജലവിധി ഉണ്ടാകും. എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തിയാലും നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത് ഒരു വാഗ്ദാനം മാറ്റാനാവില്ല. അത് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചവർക്കും ഒരു തരത്തിലും അവരുടെ ആത്മാഭിമാനത്തിന് വ്രണമേൽപ്പിക്കില്ല എന്ന വാഗ്ദാനം അതുപോലെ നടപ്പിലാക്കപ്പെട്ടു എന്ന ആത്മാഭിമാനത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. എല്ലാവരുടെ പിന്തുണയും സമന്വയം. തൃശൂരിലെ NDA സ്ഥാനാർത്ഥികൾ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പാട്ടീലിനൊപ്പം തൃശൂർ കളക്ടറേറ്റിലെത്തി നോമിനേഷൻ നൽകി. NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ, മണലൂർ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, നാട്ടിക മണ്ഡലം സ്ഥാനാർത്ഥി CC മുകുന്ദൻ, ചേലക്കര മണ്ഡലം സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ എന്നിവർ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും ആയിരക്കണക്കിന് പ്രവർത്തകരുമായി റോഡ് ഷോ ആയി വന്നാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി മുരളി മന്ദിരത്തിലെത്തി കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് പത്മജ വേണുഗോപാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഭർത്താവ് ഡോക്ടർ വേണുഗോപാലും ഒപ്പമുണ്ടായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പാട്ടീൽ NDA സ്ഥാനാർത്ഥികൾക്കൊപ്പം കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പടിഞ്ഞാറേക്കോട്ടയിൽ കരുണാകരന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന ചെയ്തുകൊണ്ടാണ് റോഡ് ഷോ ആരംഭിച്ചത്. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, സുജയ് സേനൻ, ജില്ലാ മീഡിയ സെൽ കൺവീനർ ദിനേഷ് കുമാർ കരിപ്പേരിൽ, റോഷൻ NR, നിജി KG, മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ് C മേനോൻ, കൃഷ്ണമോഹൻ, വിനോദ് കൃഷ്ണ, ശീതൽ രാജ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത്, ഭാരവാഹികളായ നിമേഷ് പല്ലിശ്ശേരി, പ്രിയ, അനിൽ, മുരളീനാഥ്,
സബീഷ് എന്നിവർ നേതൃത്വം നൽകി. ഐക്യജനാധിപത്യ മുന്നണി പാണഞ്ചേരി മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പട്ടിക്കാട് ലാലീസ് റെസിഡൻസിയിൽ നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ നിയോജക മണ്ഡലം UDF പിടിച്ചെടുക്കുമെന്നും ജനങ്ങൾക്കുവേണ്ടി എന്നും എപ്പോഴും നിയമ പോരാട്ടത്തിലൂടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്തെന്നും അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണെന്നും KV ദാസൻ പറഞ്ഞു. മണ്ഡലത്തിൽ പ്രസിഡന്റ് ബിനു KV അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് ചെയർമാൻ സുന്ദരൻ കുന്നത്തുള്ളി മുഖ്യാതിഥിയായി. നേതാക്കളായ ഭാസ്കരൻ ആദംകാവിൽ, ലീലാമ ടീച്ചർ, KC അഭിലാഷ്, ഏലിയാസ് പാണ്ഡ്യൻ, അസീസ് താണിപ്പാടം, ബഷീർ മുടിക്കോട്, ബാബു തോമസ്, മിനു ടീച്ചർ, റോയ് K ദേവസി എന്നിവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട 101 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ മുൻ മണ്ഡലം പ്രസിഡന്റ് ഷിബു പോൾ അവതരിപ്പിച്ചു. നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ ആഗ്രഹിക്കുക. അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്തിലാണ് ഇവിടെ മത്സരിക്കുന്നതെങ്കിൽ, കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഐക്യജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെങ്കിൽ എഴുതി വെച്ചോ ദാസേട്ട, അദ്ദേഹം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പൊ അതൊരു ഉപോത്ബലകമായ രീതിയിലാണ് ഇപ്പൊ 2 ദിവസം മുൻപ്, അത് പറയാൻ പാടില്ല, പക്ഷെ നിങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കേണ്ട ആളുകളാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, പ്രസിഡന്റ്. ആ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ചോർത്തി കിട്ടിയ റിപ്പോർട്ടാണ്. ആ ചോർത്തി കിട്ടിയ റിപ്പോർട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ ജയിക്കാവുന്ന സീറ്റിലേക്ക് ഒല്ലൂർ മാറി എന്നുള്ള യാഥാർത്ഥ്യം. ഇത് കണ്ട് നമ്മള് എന്താ പറയാ, മറ്റേ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് അടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണം. ആ ഊർജിതപ്പെടുത്തണമെങ്കിൽ 19 ദിവസം, കോടതിയുടെ ഡേറ്റ് അടക്കം 19 ദിവസം മാത്രമേ ഉള്ളൂ. ഈ 19 ദിവസത്തിൽ ഞാൻ രാഷ്ട്രീയ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ 19 ദിവസത്തിൽ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. 4 തവണയെങ്കിലും നമ്മൾ ഇവരുടെ വീടുകൾ കയറി അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് നടത്തണം. ആ ഫീൽഡ് വർക്ക് നടത്തി ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെന്റ് ഇത്രയും കാലം ചെയ്തു വെച്ച പ്രകടനങ്ങൾ, ഏറ്റവും കൂടുതൽ നമ്മുടെ ഭൂമിയൊക്കെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫീസിനേക്കാളും എത്രയോ അധികം ഇരട്ടി ഫീസായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കർഷക പുരസ്കാര വിതരണം നടത്തി. ജില്ലാതല ക്ഷീര കർഷക, സമ്മിശ്ര കർഷക അവാർഡ് എന്നിവയുടെ വിതരണവും നടത്തി. തൃശൂർ PWD റെസ്റ്റ് ഹൌസ് ഹാളിൽ നടത്തിയ അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ സിന്ധു K നിർവഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ VM ഹാരിസ് അധ്യക്ഷത വഹിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ സിന്ധു K പുരസ്കാര വിതരണവും നടത്തി. ഈ വർഷത്തെ മികച്ച ക്ഷീര കർഷകനുള്ള 20,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരത്തിന് വല്ലച്ചിറ പഞ്ചായത്തിലെ ബിജു TDയും, മികച്ച സമ്മിശ്ര കർഷകനായി 10,000 രൂപയും ഫലകവും പ്രശസ്തി പത്രത്തിനും പുത്തൂർ പഞ്ചായത്തിലെ സനിൽ കുമാറും അർഹരായി. ജില്ലയിലെ മൃഗസംരക്ഷണ മേഖലയിലെ ഫാം ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട ആദരവ് ശ്രുതി AS ഏറ്റുവാങ്ങി. ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ ഐസക് സാം, അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർമാരായ ഡോക്ടർ സുബിൻ കോലാടി, ഡോക്ടർ മഞ്ജു PM, ഡോക്ടർ ഷിബു KV, ഡോക്ടർ ജയൻ ജോസഫ്, ഡോക്ടർ പ്രദീപ് BM, ഡോക്ടർ അമൃത സൂസൻ ജേക്കബ്, PRO ഡോക്ടർ സുമി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. അന്തർദേശീയ വനദിനത്തോടനുബന്ധിച്ച് കരുവാങ്കോട് രാമവർമ്മ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ ഉങ്ങവൃക്ഷത്തൈ നട്ട് ആശുപത്രി ചികിത്സയിലായിരുന്ന ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ മാത്യു അയ്യങ്കാനയിൽ, മിനി, മാനേജർ ഇന്ദിരാമോഹൻ, ഡോക്ടർ സിനിയ, ഫിസിയോതെറാപ്പിസ്റ്റ് റിമിനേഷ്, സ്റ്റാഫ് അംഗങ്ങളായ ഷീല, സുനിത എന്നിവർ പങ്കെടുത്തു. ഇന്ന് അന്താരാഷ്ട്ര വനദിനാണ്. സാധാരണ നമ്മൾ ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ടാണ് ആഘോഷിക്കാറ്. എങ്കിലും ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വളരെ ഗംഭീരമായി തന്നെ രാമവർമ്മ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ ഇന്നിവിടെ നമ്മുടെ ജോയ് സാറ് ഈ വൃക്ഷത്തൈ നടുന്നത് ജോയ് സാറാണ്. ഇത് നമ്മൾ നടുന്ന തൈ എന്ന് പറഞ്ഞാൽ ഉങ്ങിൻ്റെ തൈയാണ്. ഉങ്ങിൻ്റെ തൈയെ സംബന്ധിച്ച് വളരെയധികം ഔഷധ ഗുണമുള്ള ഒന്നാണ്. അതുമാത്രമല്ല, ഇവിടെ ഇത് വളർന്ന് അധികം വലുതാവാതെ അതിന് മുന്നേ തന്നെ തറ പണിത് നമ്മുടെ പേഷ്യൻസിനും നമുക്കും ആരോഗ്യത്തിന് സുഖകരമാകുന്ന കാറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഗന്ധവും കിട്ടി നമുക്കിവിടെ ഇരുന്ന് നല്ല രീതിയിൽ ഇതിനെ വളർത്തി കേടുപാട് കൂടാതെ വളർത്തി നനച്ചുണ്ടാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ഇന്നത്തെ ദിനത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇത് ജോയ് സാറിനെ കൊണ്ട് നടിക്കുകയാണ്.
തൃശൂർ രാമവർമ്മപുരത്ത് മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണ് ബൈക്ക് യാത്രികന് പരിക്ക്. പോലീസ് അക്കാദമിക്ക് സമീപം പുളിഞ്ചോട് കഴിഞ്ഞ രാത്രി 7 മണിയോടെയായിരുന്നു അപകടം. ബസ് സ്റ്റോപ്പിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മാവിന്റെ വലിയ ശിഖരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഇതാണ് ഓടിക്കൊണ്ടിരുന്ന ബൈക്ക് യാത്രികന് മേലേക്ക് പതിച്ചത്. അപകടത്തിൽ പാടുക്കാട് ആറ്റിയത്ത് പറമ്പിൽ രാജൻ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരക്കൊമ്പ് റോഡിന് കുറുകെ വീണ് ഗതാഗത തടസ്സമുണ്ടായി. ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ മുറിച്ചു നീക്കിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വില്ലടം നവതൃക്കോവ് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 21 ശനിയാഴ്ച ആഘോഷിച്ചു. പള്ളി ഉണർത്തൽ, കളഭാട്ടം, പൂമൂടൽ, അഷ്ടപതി തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾ താന്ത്രികാചാര്യൻ തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നിർവഹിച്ചു. 9:30 കാഴ്ചശിവേലി നടന്നു. ക്ഷേത്ര മതിലകത്ത് ഗജവീരന്മാരെ അണിനിരത്തി ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം നടന്നു. രാവിലെ 11 മണി മുതൽ പ്രസാദ ഊട്ടും നടന്നു. വൈകിട്ട് 5:30 പറന്നിറക്കൽ ചടങ്ങ്. രാത്രി 9 വില്ലടം സെന്ററിൽ നിന്ന് ഗജവീരന്മാരുടെ അകമ്പടിയുടെ എഴുന്നള്ളിപ്പും കലാമണ്ഡലം സോമന്റെ മേജർ സെറ്റ് പഞ്ചവാദ്യവും ഉണ്ടായിരുന്നു. വാർത്തകളിനി ഇടവേളയ്ക്ക് ശേഷം. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ.
റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ അവണൂരിൽ MBA വിദ്യാർത്ഥിനിയുടെ മൃതദേഹം തോട്ടിൽ കണ്ടെത്തി. അവണൂർ സ്വദേശിനി 25 വയസ്സുള്ള അനുപ്രിയയുടെ മൃതദേഹമാണ് മണലിത്ര തോട്ടിൽ കണ്ടെത്തിയത്. തൃശൂർ അരുണാട്ടുകര ജോൺ മത്തായി സെന്ററിലെ MBA 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നും കോളേജിലേക്ക് പോയതായിരുന്നു. വൈകിട്ടിൽ വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് അനുപ്രിയയെ കാണാനില്ലെന്ന് അറിയിച്ച് പോലീസിൽ പരാതി നൽകി ഉച്ചതിരിഞ്ഞ് മൃതദേഹം തോട്ടിൽ കണ്ടെത്തുകയായിരുന്നു. മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധം. ദേശീയപാത നിർമ്മാണത്തിനെന്ന പേരിൽ മുട്ടിത്തടിയിൽ വൻതോതിൽ നടക്കുന്ന മണ്ണെടുപ്പ് പരിശോധിക്കണമെന്നും രാത്രിയിലും സ്കൂൾ സമയത്തും നടക്കുന്ന മണ്ണെടുപ്പും ലോറികളുടെ വേഗപ്പാച്ചിലും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം. മണ്ണ് കടത്തിയ വാഹനങ്ങൾ പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകർ തടഞ്ഞു. 4 പ്രവർത്തകരെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. KC സജീവ്, PV ഉണ്ണിരാജൻ, സാനന്ദ് പുന്നക്കത്തറ, ജിപ്സൺ പാലക്കൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പോസ്റ്റർ സ്ഥാപിക്കാൻ സ്ഥലമുടമകളുടെ അനുമതി വേണം. തൃശൂർ ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ അധ്യക്ഷതയിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. തൃശൂർ, ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ നിയോജക മണ്ഡലങ്ങളിലെ ജനറൽ ഒബ്സർവർ S. പ്രകാശ്, പോലീസ് ഒബ്സർവർ സുധാകർ എന്നിവർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് സംസാരിച്ചു. നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യുന്നുണ്ടെന്നും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. മാതൃകാ പെരുമാറ്റച്ചട്ടം വന്ന അന്നു മുതൽ പൊതുസ്ഥലങ്ങളിൽ പോസ്റ്റർ സ്ഥാപിക്കുന്നതും ചുവരെഴുതുന്നതും ചട്ടവിരുദ്ധമാണ്. ചട്ടലംഘനം സംഭവിച്ചാൽ അവ നീക്കം ചെയ്യാനുള്ള ചിലവ് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സ്വകാര്യ സ്ഥലങ്ങളിൽ പോസ്റ്റർ സ്ഥാപിക്കാനും ചുവരെഴുതാനും ഉടമയുടെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷീര കർഷകർക്കുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മാന്നാമംഗലം ക്ഷീര സഹകരണ സംഘം ഹാളിൽ നടത്തിയ പരിപാടി ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ MK പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
സമ്മിശ്ര കർഷക അവാർഡ് ലഭിച്ച ക്ഷീരകർഷകൻ സലിൽകുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു. പശുക്കൾക്കുള്ള മരുന്ന് കിറ്റ് വിതരണം നടത്തി. മൃഗങ്ങളുടെ വേനൽക്കാല പരിചരണം എന്ന വിഷയത്തിൽ പുത്തൂർ വെറ്ററിനറി സർജൻ ഡോക്ടർ സുമി ചന്ദ്രൻ ക്ലാസ് എടുത്തു. മാന്നാമംഗലം ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് ഡേവിസ് കണ്ണൂക്കാടൻ, സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ മനോജ് മാത്യു, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ ലിജി എന്നിവർ സംസാരിച്ചു. അപ്പോ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്രയും സമയം ഫാൻ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ പറയും സാധാരണ ഒരു 11 മണി തൊട്ട് 3 മണി വരെ ഏറ്റവും ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നതായാലും അല്ലെങ്കിൽ താപ മാപിനികൾ പറയുന്നതായാലും 11 മണി തൊട്ട് 3 മണി വരെയാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയം. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫാൻ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യണ ഒരു കാര്യമാണ് തൊഴുത്ത് എപ്പോഴും നനച്ചു നിങ്ങൾ നിർത്തും. വേണോ? അത് വേണോ? തൊഴുത്ത് എപ്പോഴും നനച്ചു നിർത്തണം. അപ്പൊ ഞാൻ പറയും നിങ്ങളെ ഞാൻ കൊണ്ടുപോയി 24. തൃശൂർ മെഡിക്കൽ കോളേജ് ശുചിമുറിയിൽ രോഗി തൂങ്ങി മരിച്ച നിലയിൽ. അത്യാഹിത വിഭാഗം ശുചിമുറിയിലാണ് കണ്ടെത്തിയത്. തോലനൂർ പൂതമണ്ണിൽ വീട്ടിൽ 52 വയസ്സുള്ള സുബ്രഹ്മണ്യനാണ് മരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നുള്ള ചികിത്സയ്ക്ക് വ്യാഴാഴ്ചയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മെഡിക്കൽ കോളേജ് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. മറ്റൊരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വാർത്തകളിലേക്ക് വീണ്ടും. അന്തിക്കാട് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾ കസ്റ്റഡിയിലായി. ചാഴൂർ ചേറ്റക്കുളം സ്വദേശി വലിയ വീട്ടിൽ അഭിറാം എന്നയാളെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ സംഭവത്തിന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതി ചാഴൂർ വാപ്പുഴ സ്വദേശി കൂട്ടാല വീട്ടിൽ മണികണ്ഠനെ ചോദ്യം ചെയ്യാൻ പോയ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ SI സുഭാഷ്, GSCPO അരുൺരാജ്, സബിത് ബാബു എന്നിവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അരുൺരാജിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് മണികണ്ഠനെയും ഇയാളുടെ മകൻ 18 വയസ്സുള്ള അക്ഷയനെയും ചാഴൂർ വരാപ്പുഴ സ്വദേശി തണ്ടാശ്ശേരി വീട്ടിൽ അതുലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആൺ സുഹൃത്ത് ശരീരത്തിൽ മദ്യമൊഴിച്ച് തീകൊളുത്തിയതിനാൽ യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ. കൊടകരയിലാണ് സംഭവം. കണ്ണൂർ വാവടി വീട്ടിൽ ലീനയ്ക്കാണ് പൊള്ളലേറ്റത്. ലിവിംഗ് ടുഗദറായി വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവതിയെയാണ് തീ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ആൺ സുഹൃത്ത് VR പുരം ശാസ്താംകുന്ന് സ്വദേശി ശരത് വിഷ എന്ന തമ്പുരാൻ ശരത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുത്തൂർ കള്ളാടത്തിൽ കൃഷ്ണൻ മകൻ പുരുഷോത്തമൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. പുത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ സെക്രട്ടറിയായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വടൂക്കര SNDP ശ്മശാനത്തിൽ. നളിനിയാണ് ഭാര്യ. സന്ധ്യ, രജനി, രോഹിണി എന്നിവർ മക്കളും. സുഭാഷ്, വിനോദ്, രാജേഷ് എന്നിവർ മരുമക്കളുമാണ്. പുത്തൂർ കള്ളാടത്തിൽ
ദാമോദരൻ മകൻ സാബുവിന്റെ ഭാര്യ സുമിത സാബു നിര്യാതയായി. 47 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ രാജൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി സേവ്യർ ചിറ്റിലപ്പള്ളി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃശൂരിലെ NDA സ്ഥാനാർത്ഥികൾ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പാട്ടീലിന് ഒപ്പം തൃശൂർ കളക്ടറേറ്റിലെത്തി നോമിനേഷൻ നൽകി. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കർഷക പുരസ്കാര വിതരണം നടത്തി. അന്തർദേശീയ വനദിനത്തോടനുബന്ധിച്ച് കരുവാങ്കോട് രാമവർമ്മ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ ഉങ്ങ വൃക്ഷത്തൈ നട്ടു. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.